എല്ലാവർക്കും ഗ്രീൻ വിഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗേൾസ് വിൽ ബി ഗേൾസ് 2024 ശുചി തലത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ കഥാപരിസര നിരൂപണത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. വളരെ മനോഹരമായ ചിത്രം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിതിന് മുതിരുന്നത്. പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നവരെ ആദ്യമേ പരിചയപ്പെടുത്താം. കഥാനായികയായ മീര കിഷോറായി പ്രീതി പാനിഗ്രഹ്, മീരയുടെ സുഹൃത്തും കാമുകനുമായ ശ്രീനിവാസായി കേശവ ബിനോയ് കിരോണും, മീരയുടെ അമ്മയായ അനിക എന്ന കഥാപാത്രമായി കനി കുസൃതിയും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കഥ ആദ്യമേ ഒന്ന് ചുരുക്കി പറയാം. ഹിമാലയൻ താഴ്വരയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് ചിത്രം ആരംഭിക്കുന്നത്. കൗമാരക്കാരിയും സുന്ദരിയുമായ മീരയും അവളുടെ കാമുകനായ പുതിയ വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രണയം, തുടർന്നുള്ള അവരുടെ ലൈംഗിക ഉണർവ്, ചില സമയങ്ങളിൽ അവളുടെ സംരക്ഷകയായ അമ്മയുമായുള്ള ബന്ധം, ഇവയെ കേന്ദ്രീകരിച്ചാണ് ചിത്രം പുരോഗമിക്കുന്നത്. ചിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഹൈസ്കൂൾ കൗമാരക്കാരിയും അക്കാദമിക് ടോപ്പറുമായ മീര കിഷോർ തന്റെ സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ഹെഡ് പ്രൊഫക്ടറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ ആഘോഷങ്ങൾക്കിടയിൽ തന്റെ അമ്മ അനില സ്കൂളിലെത്തി എല്ലാവർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് കണ്ട് മീരയ്ക്ക് അവരോട് ദേഷ്യം തോന്നുന്നു. ക്യാമ്പസിൽ മാതാപിതാക്കളെ അനുവദിക്കുന്നതല്ലെന്ന് അവരെ ഓർമ്മിച്ചുകൊണ്ട് മീര അവരെ ശകാരിക്കുന്നു. എന്നാൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ തനിക്ക് ഈ നിയമം ബാധകമല്ലെന്ന് മീരയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മകളുടെ നേട്ടത്തിൽ അഭിമാനിക്കുകയും പ്രിൻസിപ്പൽ മിസ് ബൻസലുമായി അനില മകളുടെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ ജ്യോതിശാസ്ത്രത്തിൽ അതിയായ അഭിനിവേശമുള്ള പുതിയ വിദ്യാർത്ഥി ശ്രീനിവാസുമായി മീര ചങ്ങാത്തത്തിലാകുന്നു. തുടർന്നൊരു നക്ഷത്ര നിരീക്ഷണ സെഷനിൽ അവരുടെ ബന്ധം പൂവണിയുന്നു. അവർ പരസ്പരം രഹസ്യങ്ങൾ പങ്കുവെക്കുകയും ഫോൺ നമ്പർ കൈമാറുകയും ചെയ്യുന്നു. ഇതറിയുന്ന മീരയുടെ അമ്മ ഈ നിർണായക അധ്യയന വർഷത്തിൽ മീരയുടെ ശ്രദ്ധ നഷ്ടപ്പെടുമെന്ന ഭയന്ന് ശ്രീനിവാസുമായുള്ള രാത്രി വൈകിയുള്ള ഫോൺ കോളുകൾ അനിലയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവർ ശ്രീനിവാസിനെ കാണാൻ തീരുമാനിക്കുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ ശ്രീനിവാസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനിലയ്ക്ക് മനസ്സിലായി ശ്രീനിവാസ് പ്രായത്തിനനുസരിച്ച് പക്വതയുള്ള നല്ലൊരു കുട്ടിയാണെന്ന്. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല ശ്രീനിവാസനെന്ന് മനസ്സിലാക്കിയ അനില മീരയെയും ശ്രീനിവാസനെയും തന്റെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള അനുവാദം നൽകുന്നു. തുടർന്നവർ മൂന്നുപേരും ഒരുമിച്ച് സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ശ്രീനിവാസും അനിലയുമായുള്ള നല്ല സൗഹൃദം രൂപപ്പെടുകയും അനില തന്റെ സ്കൂൾ ദിനങ്ങളിലെ നല്ല ഓർമ്മകൾ ശ്രീനിവാസുമായി പങ്കിടുകയും നല്ല ഫ്രണ്ട്ഷിപ്പ് ആവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മീര വളരെ വൈകാരികമായി അവനിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. ഒരു മറയില്ലാതെ എല്ലാം സംസാരിക്കാനുള്ള അടുപ്പം. അവർ ഒന്നായി മാറുകയായിരുന്നു. ആ പ്രണയം പതിയെ വൈകാരികമായ കാമമായി ആളിക്കത്തി. മീരയും ശ്രീനിവാസും കൂടുതൽ അടുക്കുമ്പോൾ പ്രണയത്തിന്റെയും ലൈംഗികാനുഭവങ്ങളുടെയും ആദ്യകാല ഇളക്കങ്ങൾ മീര അനുഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ശ്രീനിവാസുമായി ഏറെ അടുത്ത മീര തന്റെ അമ്മയും ശ്രീനിവാസുമായുള്ള ബന്ധത്തിൽ ഏറെക്കുറെ അസൂയാലുവുമായിരുന്നു. മീരയുടെ വീട്ടിൽ വെച്ച് ശ്രീനിവാസന്റെ ജന്മദിനാഘോഷ വേളയിൽ മീരയും അമ്മയുമായി ഇതേ ചൊല്ലി ചില മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തന്റെ പ്രണയത്തിനിടയിൽ അമ്മയുടെ സാന്നിധ്യം നിഴലിക്കുന്നതായി അവൾക്ക് തോന്നുന്നു. അവർ ശ്രീനിവാസുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ബന്ധം നിലനിൽക്കുന്നതിനായി അമ്മയുമായുള്ള ഈ സൗഹൃദം അനിവാര്യമാണെന്ന് ശ്രീനിവാസ് മീരയോട് വിശദീകരിച്ചു. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് മീര കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഒരു ഭാഗത്ത് അമ്മയുമായുള്ള കലഹം, മറുഭാഗത്ത് അതികലശലായ പ്രണയം. സ്കൂളിൽ മീര ഹെഡ് പെർഫെക്റ്റ് എന്ന നിലയിൽ പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അധ്യാപക ദിനത്തിൽ സമപ്രായക്കാരിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നു. അവൾ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു കൂട്ടം ആൺകുട്ടികളുടെ ഏറ്റുമുട്ടൽ അവളെ ഞെട്ടിച്ചു. എന്നാൽ പ്രിൻസിപ്പൽ മീരയുടെ അക്കാദമിക് മികവിലുള്ള ഇടിവിനെയും ശ്രീനിവാസുമായുമുള്ള ബന്ധത്തെക്കുറിച്ചും അതിനോട് അനികയ്ക്കുള്ള മനോഭാവത്തെയും കുറിച്ച് സംസാരിക്കുകയും അവർ തമ്മിൽ തർക്കിച്ച് കലഹിക്കുകയും വിമർശിക്കുകയും ചെയ്തു. തുടർന്ന് അനില മീരയെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ശ്രീനിവാസ് മീരയോടും അനിലയോടും ഒത്തുചേർന്ന് സംസാരിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജീവിതത്തെക്കുറിച്ച് തന്നെ ഹൃദയസ്പർശിയായ വീക്ഷണം പങ്കിടുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരും തന്റെ ഉള്ളിൽ സ്വയം സൂക്ഷിച്ചിരിക്കുന്ന തന്റെ ജീവിതാനുഭവങ്ങളുടെ താക്കോലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടെ ഏകാന്ത ജീവിതം നിശബ്ദമായി സഹിക്കുന്ന മീരയുടെ അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മീരയോട് സംസാരിക്കുന്നു.
ശ്രീനിവാസുമായുള്ള ഈ സംസാരം മീരയുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുകയും തന്റെ അമ്മയുടെ വികാരങ്ങളെയും ത്യാഗങ്ങളെയും താൻ എത്രമാത്രം വില കുറച്ച് കണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയും ആ തിരിച്ചറിവുകളുടെ വേദനയിലൂടെ ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു. നിരവധി അഭിനയ സന്ദർഭങ്ങളെ വളരെ മികവോടെ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന മീര എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമായി അവതരിപ്പിച്ച പ്രീതി പാനിഗ്രഹിന്റെ അഭിനയ മികവിന് മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇതോടൊപ്പം എല്ലാവരും ഈ ചിത്രം കാണാൻ ശ്രമിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.